ഷോൺ ഇന്ന് വരാൻ പറ്റില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാണ് സ്കിപ്പ് ചെയ്തത്. 2 ആഴ്ച സമയം വേണം എന്നായിരുന്നു ബീനയുടെ ആവശ്യം. അത് പറ്റില്ല, ബുധനാഴ്ച നേരിട്ട് ഹാജരാകണം എന്ന കർക്കശമായ നിലപാടിലേക്ക് ഇഡി കടക്കുകയാണ്. എങ്ങനെ വിലയിരുത്താം? അല്ല, സ്വാഭാവികമായും ഇത് വളരെ പൊളിറ്റിക്സ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കേസാണ് എന്ന് വലിയ ആരോപണങ്ങൾ സ്വാഭാവികമായി ഈ കേസിനെ സംബന്ധിച്ചുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഡി എപ്പോഴും നിയമത്തിന്റെ വഴി മാത്രമാണ് ഈ കേസ് ഇന്ന് വരെയും പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഒരവധി കൊടുക്കുന്നതാണ്. അവരുടെ അസുഖത്തിന്റെ കാഠിന്യം, അവരുടെ അസുഖത്തിന്റെ ഇതും അനുസരിച്ച് അതിനുള്ള ഒരു നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് കൊടുക്കാം. അവർ പറഞ്ഞിട്ടുള്ള പ്രോപ്പർ റീസൺസ് ഒന്നുമല്ല, അസുഖം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായി 5 ദിവസം 6 ദിവസമുള്ള സമയം കൊടുത്തിട്ടുണ്ട്. ബുധനാഴ്ച ഹാജരാകാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അടുത്ത നടപടിയിലേക്ക്. ഇവർ നിയമപരമായി ഇതിനെ എങ്ങനെ തടയാം എന്നതിനെ സംബന്ധിച്ച് ഗവേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഏത് കോടതിയെ സമീപിക്കണം എന്നുള്ള അന്വേഷണത്തിലാണ്. എവിടെ പോയാലും ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഭയവും കൂടെ ഉണ്ട്. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ പോലും ഇപ്പോൾ ഞാൻ അതിന്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. സുപ്രീം കോടതിയിൽ പോയാൽ പോലും അതിനകത്ത് അവർക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അസുഖവും മറ്റു കാര്യങ്ങളും അല്ല, ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ നിയമപരമായി എങ്ങനെ ഇതിന് പരിരക്ഷ കിട്ടും, അതിന് പോകാതിരിക്കാൻ എന്താ മാർഗം എന്നുള്ള കാലതാമസമാണ് അവരെടുക്കുന്നത്. അത് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമല്ല, ഇഡി വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ കേസിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരു അലിഗേഷൻസും ആർക്കും പറയാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും കോടതിയുടെ നിരീക്ഷണത്തിലും കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുമാണ് ഇഡി ഈ കേസ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അധിക ദിവസം അവർക്ക് പിടിച്ചേൽക്കാൻ കഴിയില്ല, അവർക്ക് ഹാജരാകേണ്ടി വരും. അത് നിയമപരമായി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും ഈ കേസിൽ അവർക്ക് ഹാജരാകേണ്ടി വരുന്നത് മാത്രമല്ല, അവർ ഈ കേസിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.